എല്ലാ ചൊവ്വാഴ്ചയും ആ ഗ്രാമത്തിലെ ഓരോ ചുവരുകളിലും ഒരു എഴുത്തു പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ നാട്ടിൽ അവിഹിതം നടത്തുന്ന ആണിന്റെയും പെണ്ണിന്റെയും പേരുകളായിരുന്നു അവിടെ എഴുതി വെച്ചത്. എന്നാൽ അതിൽ പരാമർശിക്കപ്പെട്ട ആണും പെണ്ണും അതേ ദിവസം തന്നെ മരിക്കാനും തുടങ്ങിയതോടെ നാട്ടുകാരാകെ പരിഭ്രാന്തിയിലായി. ഓരോ ചൊവ്വാഴ്ചയും എഴുത്തും മരണവും ആവർത്തിച്ചതോടെ ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ തന്നെ നാട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ നാട്ടുകാർ അവരുടെ വഴിക്കും പോലീസ് അവരുടെ വഴിക്കും അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ എഴുത്തു പ്രത്യക്ഷപ്പെടുന്നതിനാൽ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽക്കേ അവർ അന്വേഷണം ആരംഭിച്ചു. അന്നു രാത്രി ചുവരിൽ എഴുതാൻ നോക്കുന്ന ഒരുത്തനെ അവർ കയ്യോടെ പിടികൂടിയെങ്കിലും അത് അവരുടെ നാട്ടിലെ ഒരു പയ്യനായിരുന്നു. ചുമ്മാ ആളെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവൻ ഇന്നലെ ചുമരിൽ എഴുതാൻ ശ്രമിച്ചത്. എന്നാൽ മുന്നേയുള്ള എഴുത്തുകളിലും ഓരോരുത്തരുടെ മരണങ്ങളിലും അവന് യാതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നതും SI ആയ മായ യഥാർത്ഥ കൾപ്രിറ്റിനെ കണ്ടെത്തി. ഇത്രയും നാളും അവിടുത്തെ ചുവരുകളിലായി എഴുത്തെഴുതിയിരുന്നത് ആ ഗ്രാമത്തിലെ തന്നെ ഒരു ഡോക്ടറായിരുന്നു. പണ്ട് ശൈലജ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. അമ്മ മരിച്ചതോടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അവൾക്ക് താങ്ങായി അവളുടെ മുത്തശ്ശിയും കൂട്ടുകാരൻ രവിയുമാണ് ഉണ്ടായത്. എന്നാൽ ഒരു ദിവസം രവിയുടെ അച്ഛൻ അവളോട് മോശമായി പെരുമാറിയതും അന്നു രാത്രി രവി അച്ഛനെയും കൊന്ന് അവന്റെ വീടിന് തീയിട്ട് ആ നാട്ടിൽ നിന്നും ഓടിപ്പോയി. രവിയുടെ വീട് കത്തിയാമിടുന്നത് കണ്ട ശൈലു നാട്ടുകാർ പറയും പോലെ തന്റെ കൂട്ടുകാരൻ മരിച്ചെന്ന് തന്നെ വിശ്വസിച്ചു. പിന്നീട് അവൾ വലുതായപ്പോൾ അവളുടെ ഇംഗ്ലീഷ് പ്രൊഫസറുമായി പ്രണയത്തിലായെങ്കിലും അയാൾ അവളെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. താൻ അയാളാൽ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അതേ ദിവസം തന്നെ തന്റെ മുത്തശ്ശി കൂടെ മരിച്ചതോടെ അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്കായി. എന്നാൽ ചെറുപ്പത്തിൽ രവിയുടെ അച്ഛനിൽ നിന്ന് നേരിട്ട ആ ഇൻസിഡന്റ് കാരണം നിംഫോമേനിയാക്കായി മാറിയ അവൾക്ക് തന്റെ അടക്കി വെക്കാൻ പറ്റാത്ത കാമതീഷ്ണയിൽ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ പല പുരുഷന്മാർക്ക് മുന്നിലും കീഴടങ്ങേണ്ടി വന്നു. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരുന്ന അവളെ അവിടെ നിന്നും കൈപിടിച്ചു വരുത്തിയത് ആ ഗ്രാമത്തിലെ ഡോക്ടറായിരുന്നു. അതേസമയം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന് വിചാരിച്ച അവളുടെ കൂട്ടുകാരൻ രവി തിരികെ എത്തി നമുക്ക് വിവാഹം കഴിക്കാമെന്ന് അവളോട് പറഞ്ഞതും അവളേറെ സന്തോഷിച്ചു. എന്നാൽ കല്യാണത്തിന് തൊട്ട് മുമ്പ് ആ ഗ്രാമത്തിലെ ജന്മിയുടെ ഭാര്യയുടെ നേതൃത്വത്തിൽ കുറച്ചുപേർ ചേർന്ന് അവളെ കൊന്ന് കിണറ്റിൽ തള്ളി. മനഃപൂർവ്വമല്ലെങ്കിലും അവരുടെയൊക്കെ അവിഹിതം അവൾ കാണാനിടയായതായിരുന്നു അവളെ കൊല്ലാനുള്ള അവരുടെ റീസൺ. ശൈലജയുടെ ആ കൊലപാതകത്തിന് പകരം ചോദിക്കാനായിരുന്നു ഓരോ ചൊവ്വാഴ്ചയും ആ ഡോക്ടറും രവിയും ചേർന്ന് അവളെ കൊല്ലാൻ കൂട്ടുനിന്ന് അവരുടെ അവിഹിതം ചുവരിലെഴുതി അവർ ഓരോരുത്തരെയും കൊല്ലാൻ തുടങ്ങിയത്.